ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഇവന്മാരുടെ കൂടെയാണ് വർക്കിന് പോകണം. വർക്ക് വേറെ എവിടെയല്ല, മലപ്പുറത്താണ്. അപ്പം ഞാൻ വരുന്ന വീഡിയോ എടുത്താണ്. അതും കടന്ന് ചെക്കനില്ലേ, അവനാണ് അസ്ലം സിബി. അതുകൊണ്ട് കൂടെ ഒരു 7 വർഷമായി കാണും അവൻ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. എനിക്കുള്ള വീഡിയോ കണ്ടന്റ് തരികയാണ് അവൻ. പറയും ഇത്രയും സപ്പോർട്ടീവായ ഫ്രണ്ടിനെ ഇവിടെ കിട്ടില്ല. അങ്ങനെ എന്നത്തെയും പോലെ ചോപ്പിടാനായിരുന്നു തോന്നുന്നു. അത് എനിക്ക് റംബൂട്ടാൻ പണിച്ചു ഗൈസ്. വണ്ടി നേരെ ചാവക്കാട് ബീച്ച് വഴി എടുത്തു, കാരണം അവന് ചായ കുടിക്കും. ഞങ്ങൾ അങ്ങനെ ചാവക്കാട് ബീച്ച് എത്തി. എന്തിനും ചാവക്കാട് ബീച്ച് വഴി പോണേ? ചായ കുടിക്കാൻ. ഈ കടയില് നിർത്തിയേക്കാണ് ചായ കുടിക്കാൻ. അവിടെ എന്തോ കടി ചെയ്തോ. എനിക്ക് ഈ സാധനം മതി, ഈ വട. കാജല്ലേ ഗൈസ്? നോക്കൂ ഗൈസ്, ചാവക്കാട് ബീച്ച് പാമ്പുണ്ടാവോ? ഇളകണ്ട് കേട്ടോ. അമ്മേ, ഇങ്ങനത്തെ കല്ലുകളായതുകൊണ്ട് ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതാണ് ചാവക്കാട് ബീച്ച്. ഇത് ഷിയാസ്. ഗൈസ്, കടല് ആസ്വദിച്ചുകൊണ്ടിരുന്ന എന്നെ അവനങ്ങനെ അവൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറാക്കി. ഗൈസ്, എന്താ നിൽക്കണം നിപ്പോക്കൂ. ഗൈസ്, ഒരു ചായ പോലും ഞാൻ കുടിച്ചിട്ടില്ല ഗൈസ്. പക്ഷെ അവന്മാരുടെ ചായ ഗ്ലാസ് തിരിച്ചു കൊണ്ട് കൊടുക്കുന്നത് ഞാനാണ്. നിങ്ങളിത് കാണുക. ഇതാണ് മഞ്ഞ കാജ കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാജ എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ്, മധുരമൊക്കെ ആയിട്ട്. ഈ ചേട്ടൻ ഇപ്പം തന്നെ മാവ് കുഴച്ചുണ്ടാക്കുന്ന കാണുന്ന ഫ്രഷ് ആയിട്ട്. സംഭവം കാണാൻ തന്നെ അടിപൊളിയായിരുന്നു ഗൈസ്. കാജ നോക്കി നിൽക്കുമ്പോൾ അടുത്ത് തന്നെ ഒരു ചെറിയ വീടും അതിൻ്റെ മുറ്റത്ത് കുറച്ച് നല്ല ഭംഗിയുള്ള പൂക്കളും കണ്ടു. അടുത്ത് പോയി നോക്കിയപ്പോൾ നമ്മളുടെ നാട്ടിൽ പണ്ട് ഇതിനെ പറയുന്ന, ഇപ്പോഴും ചിലപ്പം അത് തന്നെയായിരിക്കും പറയുന്നത്, ശവനാറിപ്പൂ എന്ന് പറയുന്ന പൂവാണ്. പണ്ടാരും ഇത് വെക്കൊന്നുമില്ല, പേര് ഇതായതുകൊണ്ട്. പക്ഷെ ശരിക്കും ഇത് കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ്. ഷിയാസാണ് കേട്ടോ കാറിക്കോന്ന്. ഞാൻ എന്താ കഴിക്കാൻ എടുത്തേന്നാണ് അവൻ ചോദിക്കുന്നത്. നമ്മളങ്ങനെ ചായ കുടിച്ച് വീണ്ടും പോകാൻ പോവാണ്. നല്ല വെയിലാണ് ഇവിടെ, നല്ല ചൂടും. പുള്ളിക്കാരൻ ഞാൻ എടുത്തു കൊടുത്ത വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ലൊക്കേഷനിൽ എത്തി, പക്ഷെ നല്ല മൂഞ്ചസിയാണ് കേട്ടോ ഗൈസ്. ഞാൻ തടി പിടിച്ചു. നമ്മൾ വീഡിയോ എടുക്കാൻ മറക്കണം. ഇവിടെ ഞങ്ങളങ്ങനെ ഫൈനലി സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പം എല്ലാ പരിപാടിയും തോന്നുന്നു, കുറച്ചു കഴിയുമ്പോൾ തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം പരിസരങ്ങളൊക്കെ. ഹായ് പറഞ്ഞേ. അതിന് ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേജ്. ഔട്ട്ഡോർ ആയിരുന്നു. പുറത്ത് അത്യാവശ്യം തിരക്കുണ്ട്, ചെറിയൊരു മഴക്കാറ് പോലെ ഉണ്ട്. ഇതാണ് അസ്ലം സിബി. നമ്മൾ പരിപാടി നമ്മളെ വെന്യൂ ഇതാണ്. എടാ, മൈക്കില്ലാത്തോണ്ട് കേൾക്കൂല. മൈക്ക് വാങ്ങിട്ടാ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാന്നിട്ട് അതിനുള്ള വരുമാനം കൊണ്ട് നമുക്ക് മൈക്ക് മേടിക്കാനുള്ള പ്ലാനാണ്. സബ്സ്ക്രൈബ് ചെയ്യാ. അങ്ങനെ കല്യാണ ചെക്കൻ വന്ന് കെട്ടിപ്പിടിച്ച് ഞങ്ങളോട് പറഞ്ഞു ആദ്യം തന്നെ പോയി കഴിക്കുക, എന്നിട്ട് പരിപാടി സെറ്റാക്കാന്ന്. ഇവര് നമ്മളോട് ഇത്ര സ്നേഹം കാണിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് തിന്നാണ്ടിരിക്കാൻ പറ്റില്ല. അതാണ് ഫുഡ് കഴിക്കാനാണ് ഞങ്ങൾ ആദ്യം തന്നെ കയറുന്നത്. ഡ്രസ്സൊക്കെ മാറി വന്നാണ് പുള്ളിയുടെ. ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് അതിൻ്റെ ബാക്കിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല അല്ലേ? അതുപോലെ തന്നെയായിരുന്നു എനിക്കും ഇവരുടെ കൂട്ടത്തിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ കേട്ടോ. സൗണ്ട്, ലൈറ്റ്, ഡ്രം, പ്ലെയർ, ഇതൊക്കെ സെറ്റാക്കണമെന്ന് ഒരു വലിയ പണിയാണ്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ഞാൻ വെറുതെ വായി നോക്കി നിൽക്കുകയൊന്നുമില്ല. ഇപ്പം എനിക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം അതുവിനെയും കൂടെ വരുന്ന ആർട്ടിസ്റ്റിനെയും എനിക്ക് മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത്ര വർഷമായി ഈ തേങ്ങ ഒഴിച്ചക്കനെ ഒരു തേങ്ങയും പഠിച്ചിട്ടില്ല.
ഇത് പിടിക്കണോ? പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഉള്ളില് വരെ കയറി തച്ച് കാശ് കൊടുക്കണ വെറുതെ കൈസ്. അന്നേരം കൊണ്ട് വല്ല ബംഗാളിൽ വിളിച്ചാണ്ടല്ലോ അവന്മാര് നീറ്റായിട്ട് പണി നടത്തി തരും. ടെക്കിയാണ് പോലെ ടെക്കി. അതൊക്കെ എന്റെ ടക്ക് നോക്ക്, നീറ്റായിട്ട് ഞാൻ പണിയെടുത്തു. ഗൈസ്, ഈ ഡ്രംസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം നമ്മളെ ചാക്കോച്ചൻ പ്ലേ ചെയ്തില്ലേ, ആ സെയിം ഡ്രമ്മാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഓണറാണ് അവിടെ കുനിഞ്ഞിരിക്കുന്നത് നമ്മുടെ അസ്ലം CB. പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മളുടെ വർക്ക് ഏകദേശം തുടങ്ങാനായി. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. വർക്ക് തുടങ്ങി അപ്പം തന്നെ നല്ല കിടിലം മഴ കിട്ടി, ഒന്നും പറയണ്ട. പക്ഷെ നമുക്ക് ആ മഴ ഐശ്വര്യമായിട്ട് പെയ്ത പോലെ ഫീൽ ചെയ്ത്. കാരണം വർക്ക് ചുമ്മാ പൊളിയായിരുന്നു ഗൈസ്. ക്ലയൻറ്റ് സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല, ഭയങ്കര പൊളിയായിരുന്നു. കോളേജ് വർക്കിന് പോണ ഫീലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അങ്ങനെ വർക്ക് തുടങ്ങി. സത്യം പറഞ്ഞാൽ ഈ ട്രാക്കൊക്കെ നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്കെങ്ങാനും കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്നുള്ള പേടിയിലാണ് ഞാൻ കേൾപ്പിക്കാത്ത. കണ്ടില്ലേ, വർക്ക് ഭയങ്കര സൂപ്പറായിരുന്നു. കഴിഞ്ഞ് പഠിപ്പിക്കാണ് ഗൈസ്. ഇനി നമ്മളെല്ലാം മടക്കി വെക്കാൻ പോവാണ്. അസ്ലം CBയുടെ ഡ്രം സ്റ്റിക്ക് ഒടിഞ്ഞു പോയി ഗൈസ്. സോ ശോകം. സ്റ്റിക്ക് ഒടിഞ്ഞ് ചത്തു, സ്റ്റിക്ക് ചത്തു. അത്ര ഹാർഡ് വർക്കിംഗ് ഗൈയാണ് ഇവൻ. ലുക്ക് അറ്റ് ഹിം ഗൈസ്. അവന് ആ പ്രൊമോഷൻ നടത്തണോ അതിന്റെ ഇടയിൽ കൂടെ. നമ്മുടെ പെട്ടി കൂട്ടി ബൈ. എല്ലാം കഴിഞ്ഞ പിന്നെ ഞങ്ങളാർക്കും ആവശ്യമില്ല. അങ്ങനെ ഇട്ടത് എല്ലാപ്പോഴാ ലൈറ്റ്, ഫുള്ള് ലൈറ്റ്. ഒരു ലൈറ്റ് നോക്കിയാൽ ഞങ്ങൾ ഫ്ലാഷ് അടിച്ചാണ് വീഡിയോ ചെയ്യണത്. അതെ, 12 അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പാക്ക് ചെയ്ത് ഇറങ്ങി. ഒരു സർബത്ത് കുടിക്കാൻ കയറി. സർബത്ത് തിന്നാവുന്ന പപ്സ് കഴിക്കാനും കുടിക്കാനും. സർവത്ത് കുടിക്കാൻ കയറിയിട്ട് കടയിൽ ഒരു സർവത്ത് അടിച്ച് നമ്മുടെ ഷിയാസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് വേറെ ഉണ്ട്. അപ്പോൾ അത് ആഡ് ആക്കിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇത് കാണുന്നവരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.